65 ഡിഗ്രി സെൽഷ്യസ്. അത് വിജനമായ ഏതെങ്കിലും ഒരു പാഴ്ഭൂമിയിലെ താപനിലയല്ല, മറിച്ച് ഈ ഭൂമിയിലെ തന്നെ ഏറ്റവും തിരക്കേറിയ ഒരു മെഗാ സിറ്റിയിൽ മനുഷ്യന്റെ ചർമ്മത്തിന് അനുഭവപ്പെടുന്ന യഥാർത്ഥ ചൂടാണത്. എന്നിരുന്നാലും കനത്ത ചൂടിന്റെ ആ വലിയ ഉള്ളറയിൽ നിന്നും കേവലം ഒരു ഗ്ലാസ് പാളിയാൽ മാത്രം വേർതിരിക്കപ്പെട്ട മറ്റൊരു വശത്ത് ഇപ്പോഴും മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ദുബായ് ലോകത്തിന് വിൽക്കുന്നത് പരമാവധി ആഡംബരത്തിന്റെ ഒരു സ്വപ്നമാണ്. എന്നിരുന്നാലും വാസ്തുവിദ്യയിലെ ലോക റെക്കോർഡുകളുടെ ആ തിളങ്ങുന്ന മുഖമൂടിക്ക് പിന്നിൽ പ്രകൃതിയുടെ ക്രോധത്തിന് കീഴിൽ തങ്ങളുടെ സിസ്റ്റം തകർന്നു പോകാതിരിക്കാൻ മാത്രം ഈ സാമ്രാജ്യം നിശബ്ദമായി ഭാവനയിൽ കാണാൻ കഴിയാത്തത്ര വലിയ അളവിലുള്ള ഊർജമാണ് ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിജീവനത്തിനായി ഒരു നഗരത്തിന് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും തണുപ്പിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അതിപ്പോഴും ഒരു വിനോദസഞ്ചാര പറുദീസയാണോ, അതോ വെറുമൊരു ചിലവേറിയ അതിജീവന സംവിധാനം മാത്രമാണോ? നമ്മൾ ആരംഭിക്കുന്നതിന് മുൻപ് എപ്പോഴും ഓർമ്മിപ്പിക്കാറുള്ളതുപോലെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ വീഡിയോയിലെ ഉള്ളടക്കങ്ങൾ ഞങ്ങളുടെ ടീം വിവിധ പൊതുരേഖകളിൽ നിന്നും, ക്ലൈമറ്റ് റിപ്പോർട്ടുകളിൽ നിന്നും, ടൂറിസം ഡാറ്റകളിൽ നിന്നും, ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്നും, പ്രശസ്തമായ സംഘടനകളുടെ വിശകലനങ്ങളിൽ നിന്നും ഗവേഷണം ചെയ്ത് ക്രോഡീകരിച്ചിട്ടുള്ളതാണ്. ഞങ്ങൾ ഏതെങ്കിലും നഗരത്തെയോ രാജ്യത്തെയോ ബിസിനസ്സിനെയോ അല്ലെങ്കിൽ വ്യക്തിയെയോ ആക്രമിക്കാൻ ലക്ഷ്യമിടുന്നില്ല. മറിച്ച് ദുബായിയുടെ തിളങ്ങുന്ന ചിത്രങ്ങൾക്ക് പിന്നിൽ അധികം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വശത്തെക്കുറിച്ച് അന്വേഷിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിലെന്തെങ്കിലും പിശകുകളോ വിട്ടുപോയ കാര്യങ്ങളോ തിരുത്തേണ്ട പോയിന്റുകളോ ഉണ്ടെങ്കിൽ ദയവായി താഴെ കമന്റ് ചെയ്യുക. അതുവഴി ഞങ്ങൾക്ക് അവ ഉടനടി അപ്ഡേറ്റ് ചെയ്യാനും തിരുത്താനും സാധിക്കും. ഇനി നമുക്ക് ആ എയർ കണ്ടീഷൻ ചെയ്ത മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങാം. ലോകം മുഴുവൻ സന്ദർശിക്കാൻ കൊതിക്കുന്ന അത്രയും ഗംഭീരമായ ഒരു ഡെസ്റ്റിനേഷനിലെ അന്തരീക്ഷം മനുഷ്യന്റെ നിലനിൽപ്പിനെ തന്നെ നിരസിക്കുന്ന ഒന്നായി മാറുമ്പോൾ എന്താണ് സംഭവിക്കുക? ദുബായ് പലപ്പോഴും അതിന്റെ പ്രൗഢിയുടെ കാഴ്ചപ്പാടിലൂടെയാണ് അത്ഭുതത്തോടെ നോക്കിക്കാണപ്പെടാറുള്ളത്. ആകാശത്തെ കീറിമുറിച്ചുകൊണ്ട് നിൽക്കുന്ന ബുർജ് ഖലീഫ ടവർ, ഏറ്റവും ആഡംബരമേറിയ ഹോട്ടലുകൾ, തിളങ്ങുന്ന മെഗാ ഷോപ്പിംഗ് മാളുകൾ. എന്നാൽ ആ സമ്പൂർണമായ മുഖമൂടിക്ക് പിന്നിൽ കഠിനമായ ഒരു യാഥാർത്ഥ്യമുണ്ട്. ഈ നഗരം വെറുമൊരു സാധാരണ മരുഭൂമിയിലെ ചൂടിനെയല്ല അഭിമുഖീകരിക്കുന്നത്, മറിച്ച് ബയോളജിക്കൽ പരിധികൾ പോലും തകർക്കപ്പെടുന്ന ഒരു കാലാവസ്ഥയിലേക്കാണ് ഇത് പ്രവേശിക്കുന്നത്. ഇവിടെ ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ടുള്ള താപനില കടുത്ത 52.1 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്നിരുന്നാലും യഥാർത്ഥ അപകടം തെർമോമീറ്ററിലെ ആ നമ്പറുകളിൽ മാത്രമല്ലല്ലോ ഉള്ളത്. പേർഷ്യൻ ഉൾക്കടലിൽ നിന്നുള്ള ഈർപ്പം നിറഞ്ഞ് കനത്ത വായുപ്രവാഹം ഉൾനാടുകളിലേക്ക് വീശിയടിക്കുമ്പോൾ അത് കടുത്ത ചൂടുമായി ഒത്തുചേരുകയും ചർമ്മത്തിന് അനുഭവപ്പെടുന്ന ചൂട് 65 ഡിഗ്രി സെൽഷ്യസ് വരെയായി ഉയരുകയും ചെയ്യുന്നു. ഈ ഒരു അന്തരീക്ഷത്തിൽ മനുഷ്യ ശരീരത്തിന്റെ സ്വാഭാവിക തണുപ്പിക്കൽ സംവിധാനം പൂർണ്ണമായും ഫലശൂന്യമായി മാറുന്നു. വിയർപ്പ് ഒഴുക്കോടെ പുറത്തേക്ക് വരും, പക്ഷേ അതിന് ബാഷ്പീകരിക്കപ്പെടാൻ കഴിയില്ല. വിനോദസഞ്ചാരികൾ ഒരു നഗരത്തിലെത്തിയിട്ട് തങ്ങളുടെ ടാക്സിയിൽ നിന്നും നേരിട്ട് ഒരു എയർ കണ്ടീഷൻ ചെയ്ത ലോബിയിലേക്ക് മാത്രം ഓടിക്കയറാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവിടെ യഥാർത്ഥ യാത്രാനുഭവത്തിന്റെ എത്ര ശതമാനമാണ് ബാക്കിയുണ്ടാകുക? മരുഭൂമിയെ കീഴടക്കണമെന്ന ആഗ്രഹത്തോട് ജനിച്ച ഒരു നഗരം അറിവില്ലാതെ തന്നെ ആ ചൂടിനെ കൂടുതൽ വിനാശകരമാക്കി മാറ്റിയത് എന്തുകൊണ്ടാണ്? യഥാർത്ഥ സത്യം ഇതാണ്. ദുബായിൽ ചൂടുള്ളത് അത് മണലിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് മാത്രമല്ല. ദശലക്ഷക്കണക്കിന് ടൺ കോൺക്രീറ്റ്, അസ്ഫാൾട്ട്, കീർ റോഡുകൾ, ടെമ്പേർഡ് ഗ്ലാസ് എന്നിവ ഉപയോഗിച്ചുള്ള അതിവേഗ നഗരവൽക്കരണവും കനത്ത കെട്ടിട സാന്ദ്രതയും ചേർന്ന് ഇവിടെ അഭൂതപൂർവമായ ഒരു അർബൻ ഹീറ്റ് ഐലൻഡ് ഇഫക്റ്റ് സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരു മെഗാ സിറ്റിയായി മാറുന്നതിന് മുൻപ് ഈ ഭൂമി തണലും ജലാശയങ്ങളും തേടിക്കൊണ്ട് പ്രകൃതിയെ ആശ്രയിച്ചായിരുന്നു കഠിനമായ അന്തരീക്ഷത്തോട് പൊരുത്തപ്പെട്ടിരുന്നത്. എന്നാൽ വികസനം മണലിനു പകരം കോൺക്രീറ്റിനെ പ്രതിഷ്ഠിച്ചപ്പോൾ എല്ലാം മാറിമറിഞ്ഞു. കോൺക്രീറ്റും അസ്ഫാൾട്ടും സ്വാഭാവിക പരിസ്ഥിതിയേക്കാൾ വളരെ ശക്തമായി സൗരവികിരണങ്ങളെ ആഗിരണം ചെയ്യുന്നു. പകൽ സമയങ്ങളിൽ ഈ നഗരം ചൂട് വലിച്ചെടുക്കുന്ന ഒരു ഭീമൻ യന്ത്രത്തെപ്പോലെയാണ് പ്രവർത്തിക്കുന്നത്. പ്രകൃതി തണുക്കേണ്ട രാത്രി സമയങ്ങളിൽ ഈ മെറ്റീരിയലുകളുടെ വലിയ കൂട്ടം സാവധാനത്തിൽ ആ ചൂടിനെ അന്തരീക്ഷത്തിലേക്ക് തന്നെ തിരികെ പുറപ്പെടുവിക്കുന്നു. ഇത് കാരണം രാത്രിയിലെ കുറഞ്ഞ താപനില പോലും 30 ഡിഗ്രിക്ക് താഴേക്ക് വരാൻ പ്രകോപനപരമായി അനുവദിക്കുന്നില്ല. ഉയർന്നു നിൽക്കുന്ന ആകാശചുംബികളായ കെട്ടിടങ്ങൾ അറിയാതെ തന്നെ
നഗരത്തിനുള്ളിൽ വായുവിനെ തടഞ്ഞു നിർത്തുന്ന അർബൻ കാന്യോണുകൾ സൃഷ്ടിക്കുന്നു. ഇത് ശ്വാസം മുട്ടിക്കുന്ന വായുവിനെ ഉള്ളിൽ തന്നെ കുടുക്കുന്നു. തിളങ്ങുന്ന ഗ്ലാസുകൾ ഭീമൻ കണ്ണാടികൾ പോലെ പ്രവർത്തിക്കുകയും ചൂടിനെ കേന്ദ്രീകരിച്ച് നേരിട്ട് സ്ട്രീറ്റ് ഉപരിതലത്തിലേക്ക് പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു. ഓരോ പുതിയ കെട്ടിടവും വെറുമൊരു സമൃദ്ധിയുടെ പ്രതീകം മാത്രമല്ല, അത് നിരന്തരമായ തണുപ്പിക്കലും പരിപാലനവും ഊർജ വിതരണവും ആവശ്യപ്പെടുന്ന ഒരു വലിയ ഭാരമേറിയ മെറ്റീരിയൽ കൂട്ടം കൂടിയാണ്. ആധുനിക അടിസ്ഥാന സൗകര്യങ്ങൾ ചൂടിനെ കൂടുതൽ വിനാശകരമാക്കുകയാണെങ്കിൽ ദുബായ് പോരാടുന്നത് പ്രകൃതിയോടാണോ അതോ സ്വന്തം വളർച്ചയുടെ മിഥ്യാധാരണകളുടെ പ്രത്യാഘാതങ്ങളോടാണോ? ചൂട് എന്നത് സഹനത്തിന്റെ ഒരു പ്രശ്നമല്ലാതായി മാറുകയും മനുഷ്യർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയാത്ത ഒരു ശാരീരിക പരിധിയായി മാറുമ്പോഴാണ് യഥാർത്ഥ പ്രതിസന്ധി ഉണ്ടാകുന്നത്. ഇവിടെയുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അപകടസാധ്യത മനസ്സിലാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം വെറും സാധാരണ താപനിലയല്ല, മറിച്ച് വെറ്റ് ബൾബ് താപനിലയാണ്. ഇത് ചൂടിന്റെയും ഈർപ്പത്തിന്റെയും ഒരു സംയോജിത അളവാണ്. ഇത് വിയർപ്പിലൂടെ നമ്മെ തന്നെ തണുപ്പിക്കാനുള്ള നമ്മുടെ ശരീരത്തിന്റെ കഴിവിനെ പ്രതിഫലിപ്പിക്കുന്നു. ശരീരത്തിന്റെ അതിജീവന സംവിധാനം പ്രവർത്തിക്കുന്നത് വിയർപ്പിലൂടെയാണ്. വിയർപ്പ് ബാഷ്പീകരിക്കപ്പെടുമ്പോൾ അത് ശരീരത്തിലെ ചൂടിനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ കഠിനമായ യാഥാർത്ഥ്യം ഇതാണ്: അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടുമ്പോൾ വായു ജലബാഷ്പം കൊണ്ട് പൂരിതമാകും. അതോടെ നിങ്ങളുടെ ചർമ്മത്തിലെ വിയർപ്പിന് ബാഷ്പീകരിക്കപ്പെടാൻ കഴിയില്ല. അത് വെറുതെ ഒരു പ്രയോജനവുമില്ലാതെ ഒലിച്ചിറങ്ങുകയുള്ളൂ. വിയർപ്പ് ഉണങ്ങാത്ത ഈ അവസ്ഥയിൽ ശരീരത്തിൽ നിന്നുള്ള ചൂട് പുറന്തള്ളൽ പ്രക്രിയ പൂർണ്ണമായും തടസ്സപ്പെടുന്നു. 35 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഒരു വെറ്റ് ബൾബ് താപനില എന്നത് മണിക്കൂറുകളോളം ആ അന്തരീക്ഷത്തിൽ തുടരുകയാണെങ്കിൽ ജീവൻ മരണ പോരാട്ടത്തിന്റെ അതിർവരമ്പായി കണക്കാക്കപ്പെടുന്നു. നിങ്ങൾക്ക് തുടർച്ചയായി വെള്ളം കുടിക്കാം, തണലിൽ അനങ്ങാതെ നിൽക്കാം, പക്ഷേ വിയർപ്പ് ബാഷ്പീകരിക്കപ്പെടുന്നില്ലെങ്കിൽ ശരീരം വീണ്ടും വീണ്ടും ചൂടായിക്കൊണ്ടേയിരിക്കും. അത് ആത്യന്തികമായി പൂർണ്ണമായ ക്ഷീണത്തിലേക്കും ബോധക്കേടിലേക്കും നയിക്കും. പേർഷ്യൻ ഉൾക്കടൽ പ്രദേശം ഇത്തരത്തിലുള്ള കടുത്ത സാഹചര്യങ്ങളുടെ അപകടസാധ്യതയെക്കുറിച്ച് നിരന്തരം മുന്നറിയിപ്പ് നൽകപ്പെടുന്ന ഒരു മേഖലയാണ്. 2050ഓടെ വർഷത്തിൽ 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില ഉയരുന്ന ദിവസങ്ങളുടെ എണ്ണം 157 ആയി ഉയരുമെന്ന് ഡാറ്റകൾ പ്രവചിക്കുമ്പോൾ നമ്മൾ സ്വയം ചോദിക്കേണ്ടതുണ്ട്: മനുഷ്യ ശരീരത്തിന് ഒരു ശാരീരിക പരിധിയുണ്ടെങ്കിൽ ആ പരിധിയിലെത്തുന്നതിന് മുൻപ് ഒരു ടൂറിസ്റ്റ് നഗരത്തിന് എത്രത്തോളം വികസിക്കാൻ സാധിക്കും? ഒരു വിനോദസഞ്ചാരിയുടെ യാത്രാ ഷെഡ്യൂൾ സ്വന്തം വ്യക്തിപരമായ താൽപ്പര്യങ്ങളാലല്ല, മറിച്ച് പുറത്തെ താപനിലയാൽ നിർണയിക്കപ്പെടുന്നുവെങ്കിൽ ഒരു അവധിക്കാല യാത്ര എങ്ങനെ മാറിമറിയും? ദുബായ് വേനൽക്കാലത്തും ഒരിക്കലും പ്രവർത്തിക്കാതിരിക്കുന്നില്ല. എന്നാൽ അവിടുത്തെ യാത്രാനുഭവം പൂർണ്ണമായും വികൃതമാക്കപ്പെടുന്നു. പുറം ലോകത്തെ നഗരജീവിതം ചുരുങ്ങുകയും വിനോദസഞ്ചാര ജീവിതം പൂർണ്ണമായും ഹോട്ടലുകൾ, ടാക്സികൾ, ഷോപ്പിംഗ് മാളുകൾ, അടച്ചുപൂട്ടിയ വിനോദ സമുച്ചയങ്ങൾ എന്നിവയ്ക്കുള്ളിലേക്ക് മാറുകയും ചെയ്യുന്നു. ദുബായ് സന്ദർശിക്കുന്നവർ പലപ്പോഴും വിശാലമായ മരുഭൂമികളെക്കുറിച്ചും മനോഹരമായ ബീച്ചുകളെക്കുറിച്ചും തണുത്ത കാറ്റുള്ള മരീനകളെക്കുറിച്ചും ഗംഭീരമായ വാസ്തുവിദ്യാ ലാൻഡ്മാർക്കുകളെക്കുറിച്ചുമൊക്കെയാണ് സ്വപ്നം കാണാറുള്ളത്. എന്നിരുന്നാലും ഏറ്റവും ചൂടുകൂടിയ മാസങ്ങളിൽ എല്ലാ ഔട്ട്ഡോർ പ്രവർത്തനങ്ങളും അതിരാവിലെ അല്ലെങ്കിൽ വൈകിട്ടത്തെ സമയങ്ങളിലേക്ക് മാത്രമായി ഒതുക്കേണ്ടി വരുന്നു. പകൽ സമയമത്രയും സന്ദർശകർ വെറും യാത്രക്കാരായി മാറുന്നു. അവർ എയർ കണ്ടീഷൻ ചെയ്ത ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഷോപ്പിംഗ് മാളുകൾ ഇപ്പോൾ വെറുമൊരു സാധനങ്ങൾ വാങ്ങാനുള്ള സ്ഥലം മാത്രമല്ല, അവ ചൂടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഭീമൻ പൊതു ഇടങ്ങളായി രൂപാന്തരപ്പെടുന്നു. ഹോട്ടലുകൾ വെറുമൊരു ആഡംബര ഉറക്കം മാത്രമല്ല വിൽക്കുന്നത്, മറിച്ച് ശ്വാസം മുട്ടിക്കുന്ന പുറത്തെ വായുവിൽ നിന്നുള്ള സുരക്ഷിതത്വം കൂടിയാണ്. അങ്ങനെ ഒരു ദുബായ് വേനൽക്കാല അവധിക്കാലം എന്നത് പൂർണ്ണമായും കൂളിംഗ് സിസ്റ്റങ്ങളാൽ നയിക്കപ്പെടുന്ന ഒരു യാത്രയായി മാറുന്നു. വിനോദസഞ്ചാരികളെ നിലനിർത്താൻ ഒരു നഗരത്തിന് അവരെ വീടുകൾക്കോ കെട്ടിടങ്ങൾക്കോ ഉള്ളിൽ തന്നെ ഇരുത്തേണ്ടി വരുന്നുവെങ്കിൽ അവിടുത്തെ ടൂറിസ്റ്റ് പറുദീസയുടെ ഏത് ഭാഗമാണ് നിശബ്ദമായി അപ്രത്യക്ഷമാകുന്നത്? ടൂറിസ്റ്റുകൾക്ക് തണുപ്പുള്ള ടാക്സികളിലും ഷോപ്പിംഗ് മാളുകളിലും ഇരുന്ന് ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന ഈ നഗരത്തിൽ ഇപ്പോഴും ആ കത്തുന്ന വെയിലിൽ പുറത്തു നിൽക്കുന്നത് ആരാണ്? ദുബായിലെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അപകടസാധ്യതകൾ ഒരിക്കലും തുല്യമായല്ല വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. നഗരത്തിന്റെ പ്രൗഢിയും സൗകര്യങ്ങളും പ്രവർത്തിക്കുന്നത് അതിന്റെ ആഡംബര മുഖമൂടിക്ക് പിന്നിലുള്ള ഒരു വലിയ തൊഴിലാളി സമൂഹത്തിന്റെ കരുത്തിലാണ്. നിർമ്മാണ തൊഴിലാളികൾ, ഡെലിവറി ഡ്രൈവർമാർ,
ലാൻഡ്സ്കേപ്പിംഗ് ജീവനക്കാർ, മെയിന്റനൻസ് തൊഴിലാളികൾ എന്നിവരാണ് സൂര്യപ്രകാശത്തിലേക്ക് നേരിട്ട് തുറന്നുവെക്കപ്പെടുന്നവർ. അവരെ സംരക്ഷിക്കുന്നതിനായി UAE വേനൽക്കാല മാസങ്ങളിൽ സാധാരണയായി ജൂൺ പകുതി മുതൽ സെപ്റ്റംബർ പകുതി വരെ ഒരു മധ്യാഹ്ന ഇടവേള നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ നിരോധനം ഏറ്റവും ചൂടുകൂടിയ മണിക്കൂറുകളിൽ ഔട്ട്ഡോർ ജോലികൾ ചെയ്യുന്നത് തടയുന്നു, കൂടാതെ തണലും കുടിവെള്ളവും നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇതിന്റെ അനുസരണ നിരക്ക് 98.7% വരെ ഉയർന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ കഠിനമായ യാഥാർത്ഥ്യം ഇതാണ്: ആ നിരോധിത സമയത്തിന് പുറത്തുള്ള രാവിലെയും വൈകുന്നേരങ്ങളിലുമുള്ള താപനില പോലും വളരെ ഉയർന്നതായി തുടരുന്നു. ഈ ഉച്ചഭക്ഷണ ഇടവേള പോളിസി എന്നത് മാനുഷിക പരിഗണനയോടെയുള്ള ഒരു അപകടസാധ്യത കുറയ്ക്കൽ നടപടിയാണ്. എന്നാൽ ഇതൊരു സമ്പൂർണ്ണ പരിഹാരമല്ല. വിനോദസഞ്ചാരികൾക്കായി ഒരു നഗരം തികച്ചും തണുപ്പിച്ചു നിർത്തുമ്പോഴും ആ സിസ്റ്റം തുടർന്നും പ്രവർത്തിക്കാൻ ലക്ഷക്കണക്കിന് മറ്റാളുകൾ കത്തുന്ന വെയിലിലേക്ക് ഇറങ്ങേണ്ടി വരുന്നുണ്ടെങ്കിൽ ആ ആഡംബരത്തിന്റെ യഥാർത്ഥ വില നൽകുന്നത് ആരാണ്? കത്തുന്ന ഒരു വേനൽക്കാല ദിനത്തിൽ ദുബായിലെ മുഴുവൻ എയർ കണ്ടീഷനിംഗ് സിസ്റ്റവും പെട്ടെന്ന് നിലച്ചുപോയാൽ എന്തായിരിക്കും സംഭവിക്കുക? ഇവിടെ എയർ കണ്ടീഷനിംഗ് എന്നത് വെറുമൊരു സൗകര്യമല്ല, അതൊരു അത്യാവശ്യ അടിസ്ഥാന സൗകര്യമാണ്. കഠിനമായ സാഹചര്യങ്ങളിൽ പോലും നഗരത്തിന് അതിന്റെ പ്രവർത്തനങ്ങളും വാണിജ്യവും ആഡംബര പ്രതിച്ഛായയും നിലനിർത്താൻ സഹായിക്കുന്ന ഒരു യഥാർത്ഥ ജീവൻ രക്ഷാ സംവിധാനമാണത്. വീടുകൾ, ഹോട്ടലുകൾ, ഓഫീസുകൾ എന്നിവ മുതൽ ടാക്സികൾ, മെട്രോ ട്രെയിനുകൾ, എയർപോർട്ടുകൾ വരെ എയർ കണ്ടീഷനിംഗ് എല്ലായിടത്തുമുണ്ട്. ഈ സാങ്കേതിക വിദ്യയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വേനൽക്കാലത്തെ കടുത്ത ചൂടിലും ദുബായിക്ക് വർഷം മുഴുവൻ പ്രവർത്തിക്കാൻ സാധിക്കുന്നു. ഭീമൻ ഷോപ്പിംഗ് മാളുകൾ ഇൻഡോർ പ്ലാസകളായി രൂപാന്തരപ്പെടുന്നു. ഹോട്ടൽ സമുച്ചയങ്ങൾ സ്വയം ഉൾക്കൊള്ളുന്ന കൃത്രിമ കാലാവസ്ഥാ മേഖലകളായി മാറുന്നു. കൂടാതെ അതിബൃഹത്തായ എയർപോർട്ട് കോടിക്കണക്കിന് ട്രാൻസിറ്റ് യാത്രക്കാർക്കായി ഒരു വലിയ കൂളിംഗ് ഇക്കോസിസ്റ്റമായി പ്രവർത്തിക്കുന്നു. ഈ വലിയ വൈരുദ്ധ്യത്തിന്റെ ഏറ്റവും വ്യക്തമായ പ്രതീകമാണ് സ്കീ ദുബായ്. ഇവിടെ ഒരു മരുഭൂമിയിലെ നഗരത്തിനുള്ളിൽ കൃത്രിമ മഞ്ഞ് നിരന്തരമായി നിലനിർത്തുന്നു. ദുബായ് കാലാവസ്ഥയെ മറികടക്കുന്നത് വെറുതെ പുറത്ത് നന്നായി ജീവിച്ചുകൊണ്ടല്ല. സന്ദർശകരെ ഉള്ളിലേക്ക് ക്ഷണിക്കുന്നതിന് മുൻപ് തന്നെ ഈ നഗരം സ്വയം ഉൾക്കൊള്ളുന്ന ഒരു കൃത്രിമ കാലാവസ്ഥ സൃഷ്ടിച്ചിട്ടുണ്ട്. എയർ കണ്ടീഷനിംഗ് എന്നത് ഒരു സൗകര്യമല്ല, മറിച്ച് നഗരത്തിന് പ്രവർത്തിക്കാനുള്ള ഒരു നിബന്ധനയായി മാറുകയാണെങ്കിൽ ദുബായ് ജീവിക്കുന്നത് ഒരു യഥാർത്ഥ കാലാവസ്ഥയിലാണോ അതോ വൈദ്യുതിയാൽ പ്രവർത്തിക്കുന്ന ഒരു കൃത്രിമ ഷെല്ലിലാണോ? ദുബായിലെ തണുപ്പുള്ള ഹോട്ടൽ ലോബികളിലേക്ക് എത്രത്തോളം വൈദ്യുതിയും വെള്ളവും പ്രവർത്തന ചെലവുമാണ് പോകുന്നത്? ഈ തണുപ്പ് സൗജന്യമായി ലഭിക്കുന്ന ഒന്നല്ല. ഊർജ ഇൻഫ്രാസ്ട്രക്ചർ, മെയിന്റനൻസ്, കൂളിംഗ് രംഗത്തെ വൻതോതിലുള്ള നിക്ഷേപങ്ങൾ എന്നിവയിലൂടെയാണ് ഇതിന്റെ വില നൽകുന്നത്. ഓരോ ഹോട്ടലിനും കിടപ്പുമുറികൾ, ഹാളുകൾ, റെസ്റ്റോറന്റുകൾ, ലോബികൾ, സ്പാകൾ എന്നിവ തണുപ്പിക്കേണ്ടതുണ്ട്. ഓരോ ഷോപ്പിംഗ് മാളിനും പതിനായിരക്കണക്കിന് ആളുകൾക്കായി വിശാലമായ പ്രദേശങ്ങൾ തണുപ്പിക്കേണ്ടതുണ്ട്. എയർപോർട്ടുകൾ, ട്രെയിനുകൾ, ടാക്സികൾ എന്നിവയെല്ലാം ഈ ഉപഭോഗ ശൃംഖലയിലേക്ക് സംഭാവന ചെയ്യുന്നു. താപനില ഉയരുമ്പോൾ വൈദ്യുതിയുടെ ആവശ്യകത കുതിച്ചുയരുന്നു. വേനൽക്കാലത്ത് എയർ കണ്ടീഷനിംഗ് പീക്ക് വൈദ്യുതി ഉപഭോഗത്തിന്റെ 60 മുതൽ 70% വരെ വിഴുങ്ങുന്നു. അതൊരിക്കൽ ദുബായിയുടെ വൈദ്യുതി ലോഡിനെ റെക്കോർഡിലേക്ക് തള്ളിവിട്ടിരുന്നു. കാലാവസ്ഥ കൂടുതൽ കഠിനമാകുമ്പോൾ നഗരത്തിന് ചൂട് കുറയ്ക്കുന്ന മെറ്റീരിയലുകൾ, ബാക്കപ്പ് ഇൻഫ്രാസ്ട്രക്ചർ, ജോലിസ്ഥലത്തെ സുരക്ഷ എന്നിവയിൽ കൂടുതൽ നിക്ഷേപം നടത്തേണ്ടിവരും. ഈ ബാധ്യതകൾ റൂം നിരക്കുകൾ, വാടക ചെലവുകൾ, ടിക്കറ്റ് നിരക്കുകൾ അല്ലെങ്കിൽ ലാഭവിഹിതം എന്നിവയെ നേരിട്ട് ബാധിക്കുന്നു. ദുബായ് വെറുമൊരു ആഡംബര അനുഭവങ്ങൾ മാത്രമല്ല വിൽക്കുന്നത്. കഠിനമായ സാഹചര്യങ്ങൾക്കിടയിലും മനോഹരമായ ഒരു കാലാവസ്ഥയിൽ ജീവിക്കാനുള്ള അവകാശമാണ് ഈ നഗരം വിൽക്കുന്നത്. നഗരം തണുപ്പിച്ചു നിർത്താനുള്ള ചെലവ് വർദ്ധിക്കുമ്പോൾ ആത്യന്തികമായി ആരാണ് അതിന്റെ വില നൽകുക? ബിസിനസ്സുകളോ, തൊഴിലാളികളോ, അതോ വിനോദസഞ്ചാരികളോ? ദുബായ് ചൂടിനെ പ്രതിരോധിക്കാൻ തക്കവണ്ണമാണ് നിർമ്മിച്ചിരിക്കുന്നതെങ്കിൽ കനത്ത മഴയുടെയും പ്രളയത്തിന്റെയും രൂപത്തിൽ കടുത്ത കാലാവസ്ഥ ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? കാലാവസ്ഥാ വ്യതിയാനം നഗരത്തെ കൂടുതൽ ചൂടാക്കുക മാത്രമല്ല ചെയ്യുന്നത്, അത് കാലാവസ്ഥയെ പ്രവചനാതീതമാക്കുന്നു. നീണ്ടു നിൽക്കുന്ന ഉഷ്ണതരംഗങ്ങൾ മുതൽ കടുത്ത മഴ, കൊടുങ്കാറ്റുകൾ വരെ ഇതിന് കാരണമാകുന്നു. കാരണം ഇത് ഒരു വരണ്ട പരിസ്ഥിതിയിലാണ് സ്ഥിതി ചെയ്യുന്നത്.
ഇവിടെയുള്ള നഗര ഇൻഫ്രാസ്ട്രക്ചർ സാധാരണയായി കുറഞ്ഞ മഴ ലഭിക്കുന്ന സാഹചര്യങ്ങൾക്കായിട്ടാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. എന്നാൽ 2024 ഏപ്രിലിലെ ചരിത്രപരമായ മഴ മറ്റൊരു വലിയ അപകട സാധ്യതയെ തുറന്നുകാട്ടി. കനത്ത മഴ റോഡുകളെയും എയർപോർട്ടുകളെയും ടൂറിസത്തെയും പൂർണ്ണമായി തടസ്സപ്പെടുത്തി. ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിനെ ഇത് ബാധിച്ചപ്പോൾ അതിന്റെ ആഘാതം ആഗോള ശൃംഖലയിലുടനീളം പടർന്നുപിടിച്ചു. വൻതോതിലുള്ള ഫ്ലൈറ്റ് റദ്ദാക്കലുകൾ, കുടുങ്ങിപ്പോയ യാത്രക്കാർ, കവിഞ്ഞൊഴുകിയ ഹോട്ടലുകൾ എന്നിവ സുഗമമായി പ്രവർത്തിക്കുന്ന ഒരു സൂപ്പർ ഹബ് എന്ന പ്രതിച്ഛായയെ നേരിട്ട് വെല്ലുവിളിച്ചു. ഇതിന് കാരണം ക്ലൗഡ് സീഡിംഗ്, കൃത്രിമ മഴ ആണെന്ന് കുറ്റപ്പെടുത്താൻ പൊതുജനാഭിപ്രായം പെട്ടെന്ന് തയ്യാറായെങ്കിലും മെറ്റീരിയോളജിക്കൽ ശാസ്ത്രം ചൂണ്ടിക്കാണിക്കുന്നത് ആ കഠിനമായ സത്യത്തിലേക്കാണ്. ചൂടുപിടിക്കുന്ന അന്തരീക്ഷം കൂടുതൽ ഈർപ്പം വഹിക്കുന്നു. താപനിലയിലെ ഓരോ ഡിഗ്രി സെൽഷ്യസ് വർധനവിനും അന്തരീക്ഷത്തിലെ ഈർപ്പം ഏകദേശം 7% വരെ വർദ്ധിക്കുന്നു. ദുബായിയുടെ ടൂറിസം പ്രധാനമായും ആശ്രയിക്കുന്നത് അതിന്റെ പെർഫെക്ഷൻ, സമ്പൂർണ്ണത എന്ന വിശ്വാസത്തിലാണ്. കാര്യക്ഷമമായ എയർപോർട്ടുകൾ, സുഗമമായ ഗതാഗതം, കടുത്ത കാലാവസ്ഥ ആ വിശ്വാസത്തെ നേരിട്ട് വെല്ലുവിളിക്കുന്നു. യാത്രാനുഭവങ്ങളെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ തക്കവണ്ണമാണ് നഗരം നിർമ്മിച്ചിരിക്കുന്നതെങ്കിൽ പോലും കാലാവസ്ഥയ്ക്ക് എയർപോർട്ടുകളെയും തെരുവുകളെയും സ്തംഭിപ്പിക്കാൻ കഴിയുമെങ്കിൽ ആ നിയന്ത്രണത്തിന്റെ പരിധികൾ എവിടെയാണ്? ഒരിക്കൽ കൃത്രിമ ദ്വീപുകളും കൃത്രിമ മഞ്ഞും കൃത്രിമ മഴയും സൃഷ്ടിച്ച ഒരു നഗരത്തിന് കാലാവസ്ഥാ വ്യതിയാനത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഒരു വഴി കണ്ടെത്താനാകുമോ? ദുബായ് ഈ അപകട സാധ്യതകളോട് പ്രതികരിക്കുന്നത് അതിന്റെ തനതായ രീതിയിലാണ്. സാങ്കേതിക വിദ്യ, വൻതോതിലുള്ള നിക്ഷേപം, ഗംഭീരമായ ആസൂത്രണം. അന്തരീക്ഷത്തിലെ ഈർപ്പം പിഴിഞ്ഞെടുക്കാൻ UAE ഒരു ക്ലൗഡ് സീഡിംഗ് പ്രോഗ്രാം പ്രവർത്തിപ്പിക്കുന്നുണ്ട്. 2022 മാത്രം 311 ഫ്ലൈറ്റ് മിഷനുകൾ ഇതിനായി നടത്തി. ഗ്രൗണ്ടിൽ അവർ തണുപ്പുള്ള നടപ്പാതകൾ, ചൂട് കുറയ്ക്കുന്ന മെറ്റീരിയലുകൾ, കൂടുതൽ തണൽ നൽകുന്ന സംവിധാനങ്ങൾ എന്നിവ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുമപ്പുറം 2050ഓടെ നെറ്റ് സീറോ ലക്ഷ്യമിട്ടുള്ള കാലാവസ്ഥാ പ്രതിജ്ഞകളുമുണ്ട്. COP28 UAEയെ ഒരു സവിശേഷ സ്ഥാനത്തെത്തിച്ചു. ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്ന് സമ്പന്നമായ ഒരു രാജ്യം UAE കൺസെൻസസ് കരാറിലൂടെ ലോകത്തോട് ഈ മാറ്റത്തിലേക്ക് നീങ്ങാൻ ഇപ്പോൾ ആഹ്വാനം ചെയ്യുന്നു. ദുബായിൽ പരിഹാരങ്ങൾക്ക് ഒരു ക്ഷാമവുമില്ല. ചോദ്യമിതാണ്: സാങ്കേതിക വിദ്യയുടെ വേഗതയ്ക്ക് കാലാവസ്ഥാ വ്യതിയാനത്തിനൊപ്പം എത്തിപ്പിടിക്കാൻ സാധിക്കുമോ? സാങ്കേതിക വിദ്യ അപകട സാധ്യതകളെ ലഘൂകരിക്കുന്നു എന്നത് ശരിയാണ്. എന്നാൽ ഒരു നഗരം സാങ്കേതിക സംവിധാനങ്ങളെ എത്രത്തോളം കൂടുതൽ ആശ്രയിക്കുന്നുവോ അത്രത്തോളം കൂടുതൽ ഊർജവും മെയിൻ്റനൻസ് ചെലവും അതിനാവശ്യമായി വരും. ഓരോ പുതിയ പരിഹാരത്തിനും കൂടുതൽ വൈദ്യുതിയും കൂടുതൽ മൂലധനവും പരിപാലിക്കാൻ കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചറും ആവശ്യമാണെങ്കിൽ സാങ്കേതിക വിദ്യ ദുബായെ കാലാവസ്ഥാ വ്യതിയാനത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണോ? അതോ ചെലവേറിയ ഒരു സിസ്റ്റത്തിന്മേൽ നഗരത്തെ കൂടുതൽ ആശ്രയിക്കുകയാണോ ചെയ്യുന്നത്? ലോകത്തിലെ ഏറ്റവും വലിയ അഭിലാഷങ്ങളുള്ള ഒരു നഗരം ചൂടിനെ നേരിടാൻ ഇത്രയധികം പോരാടുന്നുണ്ടെങ്കിൽ മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ എന്തായിരിക്കും കാത്തിരിക്കുന്നത്? ഇത് വെറുമൊരു മരുഭൂമിയിലെ നഗരത്തിന്റെ കഥ മാത്രമല്ല. കടുത്ത കാലാവസ്ഥയുടെ ഈ കാലഘട്ടത്തിൽ വിനോദസഞ്ചാര മേഖലയുടെ ഭാവി എന്തായിരിക്കുമെന്നതിന്റെ ഒരു വലിയ ഉദാഹരണമാണിത്. അതിന് പണമുണ്ട്, സാങ്കേതിക വിദ്യയുണ്ട്, വലിയ ഹോട്ടൽ ശൃംഖലകളുണ്ട്, ശ്രദ്ധേയമായ പൊരുത്തപ്പെടൽ ശേഷിയുമുണ്ട്. എന്നിട്ടും ആ യാത്രാനുഭവം നിലനിർത്താൻ ദുബായ് ഇപ്പോഴും എയർ കണ്ടീഷനിങ്ങിനെയും ഊർജത്തെയും വളരെയധികം ആശ്രയിക്കേണ്ടി വരുന്നു. ഭാവിയിൽ വിനോദസഞ്ചാരികൾ ഒരു സ്ഥലം മനോഹരമാണോ അതോ ആഡംബരമുള്ളതാണോ എന്ന് മാത്രമല്ല ചോദിക്കുക. അവർ ചോദിക്കും: സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സീസൺ ഏതാണ്? എത്ര സമയം ഒരാൾക്ക് പുറത്തു ചെലവഴിക്കാൻ കഴിയും? കാലാവസ്ഥ കാരണം എയർപോർട്ടുകൾ തടസ്സപ്പെടുമോ? കാലാവസ്ഥാ വ്യതിയാനം കാരണം അവിടെ ചെലവുകൾ വർദ്ധിക്കുമോ? ചൂടുള്ള മറ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകൾക്ക് ദുബായിൽ നിന്ന് പഠിക്കാൻ ഒരുപാടുണ്ട്. യാത്രാ പദ്ധതികൾ പുനരൂപകൽപ്പന ചെയ്യുക, ഹീറ്റ് ഐലൻഡ് ഇഫക്റ്റ് കുറയ്ക്കുക, തണുപ്പുള്ള ഇടങ്ങൾ വർദ്ധിപ്പിക്കുക, തൊഴിലാളികളെ സംരക്ഷിക്കുക എന്നിവയെല്ലാം അതിലുൾപ്പെടുന്നു. ദുബായ് ഒരേ സമയം വലിയൊരു ലക്ഷ്യത്തിന്റെ പ്രതീകവും ഒപ്പം ഒരു മുന്നറിയിപ്പുമാണ്. കാലാവസ്ഥാ വ്യതിയാനത്തെ കീഴടക്കുന്ന ഒരു നഗരത്തെയാണോ നമ്മൾ കാണുന്നത്? അതോ പ്രകൃതി നിയമങ്ങൾക്ക് വിരുദ്ധമായി ജീവിക്കുന്നതിന്റെ യഥാർത്ഥ വില എത്രയാണെന്ന് തുറന്നു കാട്ടപ്പെടുകയാണോ? ദുബായിയുടെ പരാജയം അതിന്റെ ലക്ഷ്യബോധമില്ലായ്മ കൊണ്ടല്ല,
നേരെ മറിച്ച് അത് വളരെയധികം ലക്ഷ്യബോധമുള്ളതാണ്. എന്നാൽ ഒരു പർദീസയ്ക്ക് തങ്ങളുടെ ഓരോ മുറിയും, ഓരോ ടാക്സിയും, ഓരോ ഷോപ്പിംഗ് മാളും, സന്ദർശകരുടെ ഓരോ ചുവടുവെപ്പും തണുപ്പിച്ചു നിർത്തേണ്ടി വരുമ്പോൾ ചോദ്യം ഇനി ദുബായ് എത്രത്തോളം സമ്പന്നമാണ് എന്നതിനെക്കുറിച്ചല്ല, മറിച്ച് ഒരു പർദീസയെ ഇപ്പോഴും പർദീസയായി തന്നെ നിലനിർത്താൻ ആ പർദീസ എത്രത്തോളം വലിയ വില നൽകേണ്ടി വരും എന്നതിനെക്കുറിച്ചാണ്. പ്രകൃതിയുടെ നിയമങ്ങളെ പൂർണ്ണമായി മാറ്റിമറിക്കാൻ മനുഷ്യന്റെ സാങ്കേതികവിദ്യയ്ക്ക് സാധിക്കുമോ? അതോ പ്രകൃതിക്ക് മുന്നിൽ ഒരു പരിധിക്കപ്പുറം സാങ്കേതികവിദ്യ പരാജയപ്പെടുമോ എന്ന വലിയൊരു ചോദ്യമാണ് ദുബായ് ഇന്ന് ലോകത്തിനു മുന്നിൽ വെക്കുന്നത്. വരും വർഷങ്ങളിൽ ദുബായ് ഈ പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ദുബായിയുടെ ഈയൊരു മാറ്റത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഈയൊരു പ്രതിസന്ധിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? ദയവായി താഴെ കമന്റ് ചെയ്യുക. ഇതുപോലെയുള്ള ആഴത്തിലുള്ള വിശകലനങ്ങളും കൃത്യമായ വിവരങ്ങളും നിരന്തരം ലഭിക്കുന്നതിനായി ബിലീവർ മീഡിയ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു മികച്ച വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.